നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ചാർട്ടർ വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ തകർന്നു വീണ ശേഷം 4-5 തവണയാണ് അത് പൊട്ടിത്തെറിച്ചതായി അത് നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇത് കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷി പറയുന്നത്, ഞാനിത് നേരിട്ട് കണ്ടതാണ്. വിമാനം താഴ്ന്നു വരുമ്പോൾ തന്നെ അത് തകരുമെന്ന് തോന്നിയിരുന്നു. നിമിഷങ്ങൾക്കകം അത് സംഭവിക്കുകയും വലിയ സ്ഫോടനത്തോടെ വിമാനം തകരുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമവാസിയാണ് അത് ANA-യോടക്കം പറഞ്ഞത്. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ വിമാനം പൂർണ്ണമായും കത്തിയമരുകയായിരുന്നു. പിന്നാലെ 4-5 തവണ കൂടി സ്ഫോടനങ്ങളുണ്ടായി. യാത്രക്കാരെ പുറത്തെടുക്കാൻ ആളുകൾ ശ്രമിച്ചെങ്കിലും തീയുടെ തീവ്രത കാരണം അടുത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല. അജിത് പവാർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നത് വിശ്വസിക്കാനാകുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. റൺവേയിലേക്ക് അടുക്കുന്നതിന് ഏകദേശം 100 അടി മുമ്പാണ് വിമാനം തകർന്നു വീണതെന്നും അദ്ദേഹം പറഞ്ഞു. VSR ഏവിയേഷൻ പ്രവർത്തിപ്പിക്കുന്ന ലിയർ ജെറ്റ് 45 വിമാനമാണ് രാവിലെ 8:45 അപകടത്തിൽപ്പെട്ടത്. അജിത് പവാറിനെ കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, സഹായി, പൈലറ്റ്, കോ പൈലറ്റ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആരും രക്ഷപ്പെട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കായി ബാരാമതിയിലേക്ക് പോവുകയായിരുന്നു പവാർ. തൊട്ടു തലേ ദിവസം മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപകടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഫട്നാവിസുമായി സംസാരിച്ച് വിവരങ്ങൾ തേടി. മരണവാർത്ത അറിഞ്ഞ ഉടൻ അജിത് പവാറിന്റെ സഹോദരി പുത്രിയും ബാരാമതി MP-യുമായ സുപ്രിയ സുലെ മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ പവാറിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അജിത് പവാറിന്റെ അകാല വിയോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഴത്തിലുള്ള ഞെട്ടലും വേദനയും രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വികസനത്തിനായി അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാനാവില്ലെന്നും രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ബാരാമതിയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ധീരനായ നേതാവായിരുന്നു അജിത് പവാർ എന്നും ശിവസേന MP-മാരായ പ്രിയങ്ക ചതുർവേദിയും അരവിന്ദ് സാവന്തും പറഞ്ഞു. അപകട കാരണം കണ്ടെത്താൻ DGCA വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ജീവനെടുത്ത ബാരാമതി വിമാന അപകടത്തിന് പ്രധാന കാരണം വിമാനത്താവളത്തിൽ ആ നേരത്തുണ്ടായിരുന്ന കാലാവസ്ഥയാകാനാണ് സാധ്യതയെന്നും വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് പറഞ്ഞു. ഇതിനൊപ്പം സാങ്കേതിക പിഴവുകളും സംഭവിച്ചു. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകളിൽ ആകാശത്ത് നടന്നത് അതീവ അപകടകരമായ നീക്കങ്ങളായിരുന്നുവെന്നും ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ പറഞ്ഞു. രാവിലെ 8:10 മുംബൈയിൽ നിന്ന് പറന്നുയർന്ന ലിയർ ജെറ്റ് 45 വിമാനം 8:38 ബാരാമതി റൺവേ ലക്ഷ്യമാക്കി താഴ്ന്നിറങ്ങി. എന്നാൽ അവിടെ പൈലറ്റിനെ കാത്തിരുന്നത് ചതിക്കുഴിയായിരുന്നു. മൂടൽമഞ്ഞ് മൂലം കാഴ്ചാദൂരം അതീവ കുറവായിരുന്നു. റൺവേ കൃത്യമായി കാണാനാകാതെ വന്നതോടെ പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തി പറപ്പിച്ചു. പിന്നീട് 8:41 വിമാനം ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ദുരന്തത്തിന്റെ പ്രധാന കാരണം വിമാനത്തിന്റെ ഉയരക്കുറവാണെന്ന് വിശകലനം വ്യക്തമാക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം റൺവേയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയായിരിക്കുമ്പോൾ വിമാനം 1800 അടി ഉയരത്തിലായിരിക്കണം. എന്നാൽ അപകട സമയത്ത് അജിത് പവാറിന്റെ വിമാനം വെറും 800 അടി ഉയരത്തിൽ മാത്രമായിരുന്നു. അതായത് സുരക്ഷിതമായിരിക്കേണ്ടതിനേക്കാൾ 1000 അടി താഴെ. ILS സംവിധാനമില്ലാത്ത ബാരാമതി പോലുള്ള ചെറിയ വിമാനത്താവളങ്ങളിൽ പൈലറ്റ് നേരിട്ട് കണ്ട് വിമാനം ഇറക്കുന്ന VFR രീതിയാണ് പിന്തുടരുന്നത്. കാഴ്ചാദൂരം 5 കിലോമീറ്റർ വേണമെന്നിരിക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വെറും 3.2 കിലോമീറ്റർ മാത്രമായിരുന്നു. വിമാനത്തിൽ VVIPകൾ ഉള്ളപ്പോൾ സാധാരണയായി പൈലറ്റുമാർ ഇത്തരം കുറഞ്ഞ കാഴ്ചാദൂരത്തിൽ ലാൻഡിങ്ങിന് മുതിരാറില്ല. എന്നാൽ ബാരാമതിയിൽ പൈലറ്റ് ആ റിസ്ക് ഏറ്റെടുത്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷിതമല്ലാത്ത വേഗതയിലും കുറഞ്ഞ ഉയരത്തിലും റൺവേയെ സമീപിച്ചതാണ് അപകടം ഉറപ്പാക്കിയത്. മിനിറ്റിൽ 448 അടി എന്ന തോതിൽ വിമാനം താഴ്ന്നുകൊണ്ടിരിക്കെ റൺവേക്ക് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. മിക്ക പ്രൈവറ്റ് ജെറ്റുകളെയും പോലെ ഈ വിമാനത്തിൻ്റെയും വിവരങ്ങൾ ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്ന് മുൻകൂട്ടി മറച്ചുവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ വിമാനം സുരക്ഷാ പരിധി ലംഘിച്ചതായി വ്യക്തമായി. റൺവേ ശരിയായി കാണാനാവാതെ
ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോൾ വിമാനത്തിന്റെ വേഗവും ഉയരവും തമ്മിലുള്ള തുലനം തെറ്റിയതാണ് തകർന്നു വീഴാൻ കാരണമായതെന്ന് കരുതപ്പെടുന്നു. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കണക്കുകൾ പ്രകാരം 2005 മുതൽ 2023 വരെയുള്ള എല്ലാ വിമാന അപകടങ്ങളിലും പകുതിയിലധികവും ലാൻഡിംഗ് സമയത്താണ് സംഭവിച്ചത്. ടേക്ക് ഓഫ് സമയത്തെ അപകടങ്ങൾ ഒരു അടുത്ത രണ്ടാം സ്ഥാനത്താണ്. 2015 മുതൽ 2024 വരെയുള്ള വാണിജ്യ ജെറ്റ് അപകടങ്ങളിൽ 20% ടേക്ക് ഓഫ് ഘട്ടത്തിലും 47% ലാൻഡിംഗ് ഘട്ടത്തിലുമാണ് സംഭവിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ലാൻഡിംഗ് സമയത്ത് മിക്ക അപകടങ്ങളും സംഭവിക്കുന്നത്? ബിസിനസ് ഇൻസൈഡറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു വിമാനം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുമ്പോൾ പൈലറ്റിന് ധാരാളം സമയം ലഭിക്കും. 2 എഞ്ചിനുകളും തകരാറിലായാലും വിമാനം പെട്ടെന്ന് ആകാശത്തു നിന്ന് താഴേക്ക് വീഴില്ലെന്ന് പറയപ്പെടുന്നു. അതൊരു ഗ്ലൈഡറായി മാറുന്നു. പൈലറ്റുമാർക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ലാൻഡിംഗ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. ലാൻഡിംഗ് ഏറ്റവും സങ്കീർണമായ പ്രക്രിയയായി കണക്കാക്കപ്പെടുന്നു. ടേക്ക് ഓഫ് എളുപ്പമാണെങ്കിലും ലാൻഡിംഗ് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് പല പൈലറ്റുമാരും പറയുന്നു. വിമാനം റൺവേയിലെ ശരിയായ വേഗതയിലും ആംഗിളിലും സ്ഥാനത്തും ലാൻഡ് ചെയ്യണം. മഴ, മൂടൽമഞ്ഞ്, ശക്തമായ കാറ്റ്, രാത്രി സമയം എന്നിവ പൈലറ്റുമാർക്ക് വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറിയ തകരാർ വിമാനം റൺവേയിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകും. ചിലപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിലോ മറ്റു നാവിഗേഷൻ സിസ്റ്റങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും വിമാനത്തെ ബാലൻസ് തെറ്റിച്ചേക്കാം. ഈ സമയത്ത് പൈലറ്റിന് വേഗതയെക്കുറിച്ച് നിരന്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മിക്ക വിമാന അപകടങ്ങൾക്കും കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ലാൻഡിംഗ് ഘട്ടത്തിൽ താഴ്ന്ന ഉയരത്തിൽ വിമാനങ്ങൾക്ക് പക്ഷിയിടികളും മോശം കാലാവസ്ഥയും നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ലാൻഡിംഗ് ഗിയർ എന്നത് ഒരു വിമാനത്തിനടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങളുടെയും സപ്പോർട്ട് സിസ്റ്റങ്ങളുടെയും ഒരു സംവിധാനമാണ്. ഇത് പറന്നുയരുമ്പോൾ വിമാനത്തിന്റെ ഭാരം താങ്ങാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ഷോക്ക് അബ്സോർബേഷൻ, റൺവേ ബ്രേക്കിംഗ്, ലാൻഡിംഗ് സമയത്ത് ദിശ നിയന്ത്രണം എന്നിവയും നൽകുന്നു. ഈ സിസ്റ്റത്തിലെ പരാജയങ്ങൾ പലപ്പോഴും ലാൻഡിംഗ് ടേക്ക് ഓഫിനിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. വിമാനം 250 മുതൽ 300 കിലോമീറ്റർ വേഗതയിൽ റൺവേയിൽ സ്പർശിക്കുമ്പോൾ ലാൻഡിംഗ് ഗിയർ ഒരു ഷോക്ക് അബ്സോർബേഷനായി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ജാമായ ഹൈഡ്രോളിക് സിസ്റ്റം, ഗിയർ തുറക്കുന്നതിലെ പരാജയം അല്ലെങ്കിൽ ലോക്കിംഗ് സിസ്റ്റത്തിന്റെ പരാജയം എന്നിവ കാരണം ലാൻഡിംഗ് ഗിയർ ശരിയായി പ്രവർത്തിക്കാതെ വന്നേക്കാം. ഇതും അപകടങ്ങൾക്ക് കാരണമാകും.